ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ല റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് റവയാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് ഒരല്പസമയം ഇളക്കി കൊടുത്ത് റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒരല്പസമയം നമുക്ക് ഇളക്കി കൊടുക്കുക. ഈ റവയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന രീതിയിൽ ഒരല്പസമയം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് 1/2 കപ്പ് ശർക്കര ചീകിയതുകൂടി ചേർത്ത് കൊടുക്കാം. മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഒരു കപ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ നമ്മൾ അളവിനായിട്ട് എടുത്താൽ മതി. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കണം. റവ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പോൾ ഇതെല്ലാം കൂടി മിക്സായി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയ ശേഷം ഇത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല ട്രൈ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഞാനിവിടെ വാഴയില ഒന്ന് വാട്ടി ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. കൈ ഒന്ന് വെള്ളത്തിൽ തൊട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഒത്തിരി കട്ടിക്ക് പരത്തല്, ഒരു മീഡിയം ഇതിൽ പരത്തിയെടുത്താൽ മതി. ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ്ങും ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതും നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം നമ്മുടെ കയ്യിൽ ഒരു അല്പം നെയ്യ് തേച്ചിട്ട് ഇതിൽ നിന്നും കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് നമുക്കിതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്ത ശേഷം നമ്മളിവിടെ പരത്തി വെച്ചിരിക്കുന്ന ഈ റവയുടെ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്ത ശേഷം നമുക്കിത് ഇലയിലേക്ക് വെച്ച് ഇലയും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളിതെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തട്ടിന് മുകളിലേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.